മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 38-ാം വാക്യം. ഉടനെ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ട് അടിയോളവും രണ്ടായി ചീന്തിപ്പോയി. ദൈവവചനത്തിലെ ഓരോ വാക്കിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇവിടെ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി എന്ന് പറയുമ്പോൾ ഒരു പദം അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഉടനെ. എപ്പോഴാണ്? യേശു ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ട ഉടനെ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ടടിയോളം രണ്ടായി ചീന്തിപ്പോയി. യേശുവിൻ്റെ മരണം ദേവാലയത്തിലെ തിരശ്ശീല മാറ്റപ്പെടുവാൻ കാരണമായി. കൃപാസനത്തിലേക്ക് വരുന്നതിന് തടസ്സമായി നിന്ന ഒരു വലിയ കാര്യമായിരുന്നു തിരശ്ശീല. എന്നാൽ ആ തിരശ്ശീല മേൽതൊട്ടടിയോളം രണ്ടായി ചീന്തിപ്പോയി എന്ന് പറയുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ മരണത്താലാണത് സാധിച്ചത് എന്ന് പറയുമ്പോൾ, ഏത് സമയവും കൃപാസനത്തേക്ക് എത്തപ്പെടുവാനുള്ള ഒരു വലിയ വഴി കർത്താവ് തുറക്കുകയാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഒരു ജീവനുള്ള പുതുവഴി കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് തുറന്നു നൽകി. ഇതെല്ലാം സാധ്യമായത് യേശുക്രിസ്തുവിൻ്റെ മരണം മുഖാന്തരമാണ്. ആ മരണം എനിക്ക് വേണ്ടിയുള്ളതായിരുന്നു, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ളതായിരുന്നു. ആ മരണത്തിലൂടെ കൃപാസനത്തിലേക്ക് നമുക്ക് വരാനുള്ള ഒരു വലിയ സ്വാതന്ത്ര്യം നൽകി. ആ കർത്താവിന് സർവ്വമഹത്വവും ആരാധനയും അർപ്പിക്കാം.